ഇങ്ങനെ മിണ്ടരുത്. എനിക്ക് മുടിയെന്നുള്ള സാധനം തൊയ്ഞ്ഞു ഇനി എങ്ങോട്ടേക്കും തൊയ്യാനില്ലായിരുന്നു. ഇപ്പൊ ഒന്ന് ഞാൻ പച്ച പിടിച്ച് വീഴ. ഇന്നലെ രാത്രി തൊട്ട് പെയ്ത മഴയ്ക്ക് ഒരു ചോർച്ചയില്ലാണ്ടാട്ടോ. ഇന്ന് രാവിലെ മഴയോട് മഴയാണ്. അതുകൊണ്ട് തന്നെ നല്ല മടി പിടിച്ചിട്ടുണ്ട് എണീക്കുമ്പം. പിന്നെ ഞാൻ വേഗം എണീറ്റ് എനിക്ക് ആദ്യം തന്നെ ഞാൻ പല്ല് തേച്ചിട്ടോ. അടുക്കളയിൽ കയറുന്നതിന് മുന്നേ പല്ല് തേച്ച് അങ്ങോട്ട് കയറിയ ഒരു സുഖമാണല്ലോ. പിന്നെ ഞാൻ നമ്മളെ മീമിക്കുട്ടന്മാർക്ക് വേഗം തീറ്റ ഇട്ട് കൊടുക്കാൻ പോയേ. ഒന്നാമത് എന്നോട് പിന്നെ ഒരു പക്ഷേ മറന്നു പോകും. പിന്നെ രാത്രിയൊക്കെ ആകുമ്പോഴായിരിക്കും എനിക്ക് ഓർമ്മ വരിക. അപ്പം കടന്നു കഴിഞ്ഞിട്ടൊക്കെ ഓർമ്മ വന്നിട്ട് ഇട്ട് കൊടുത്ത ദിവസമുണ്ട്. അപ്പം എനിക്ക് അത് വേഗം അങ്ങോട്ട് ചെയ്തതിന് ശേഷം ഞാൻ പുട്ടുണ്ടാക്കാം കേട്ടോ. ഞാൻ വെച്ച് പുട്ടിൻ്റെ കറിയും ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കുളിക്കാലോ എന്നുള്ളൊരു പരിപാടിയിലായിരുന്നു. പിന്നെ പുട്ടുണ്ടാക്കാൻ നോക്കി കറി ഉണ്ടാക്കാൻ നോക്കുമ്പോഴാണ് കടല വെള്ളത്തിലിട്ടിക്കില്ല. പുട്ടും കടലയൊക്കെയാണ് മനസ്സിൽ ഉദ്ദേശിച്ചെങ്കിൽ അത് മറന്നുപോയി. അപ്പോൾ കറീൻ്റെ കാര്യം നമുക്ക് പിന്നെ ആലോചിക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ സതീഷ് ചേട്ടൻ പറഞ്ഞ് മീൻ മുറിച്ച് ഞാൻ വേഗം തരാമെന്ന് പറഞ്ഞു. കാരണം ഒരിക്കൽ ചോറ് കൊണ്ടുപോകണമല്ലോ. അപ്പം പുയ്യാപ്പിള കോര എന്ന് പറയുന്ന ആ ചുവപ്പ് കോരയാണ് മീൻ കിട്ടിയത്. അപ്പം പിട്ടിന് എന്താ ഉണ്ടാക്കിയ കറിയെന്ന് ആലോചിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ വേഗം ചോറിൻ്റെ പരിപാടിയൊക്കെ നോക്കിയേ. എന്താ വെച്ചാൽ ചോറ് കൊണ്ടുപോകേണ്ടതിനെ കൊണ്ട് തന്നെ ആ ചോറിന് പിന്നെ ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ച് ഞാനും സതീഷേറിനും മാത്രമേ ഉള്ളൂ കേട്ടോ. കുഞ്ഞു സിദ്ധു ഇല്ല, ദേവും ഇല്ല. കുഞ്ഞു സിദ്ധു ലിനി സിസ്റ്റർ വീട്ടിൽ പോയി. അപ്പം ഇനി അയച്ച് കുളിക്കാൻ നോക്കാം. ഇതെന്താ പരിപാടി? എനിക്കിങ്ങനെ ഓരോ സാധനം ഇങ്ങനെ വാങ്ങാൻ തന്നെ പരിപാടി അല്ലേ? ഇങ്ങനെ മിണ്ടരുത്. എനിക്ക് മുടിയെന്നുള്ള സാധനം തൊയ്ഞ്ഞു ഇനി എങ്ങോട്ടേക്കും തൊയ്യാനില്ലായിരുന്നു. ഇപ്പൊ ഒന്ന് ഞാൻ പച്ച പിടിച്ച് വീഴ. ഇതാണ് നമ്മളെ ഓയില്. ഇപ്പൊ മുടിയില് ആകെയിലൊരു എണ്ണ തേക്കാൻ തുടങ്ങിയപ്പോ തേക്കാൻ തുടങ്ങിയ സാധനമാണ്. നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല അതിനെപ്പറ്റി. ഞാനപ്പോഴേ ഇന്ന് എന്തായാലും ഒരു കുറച്ച് കാര്യം പറയാനുണ്ട് നിങ്ങളോട് പറഞ്ഞല്ലോ. അതിന്റെ മുടീന്റെ കാര്യം കേട്ടോ. ഇതിന്റെ മുന്നേ ഉള്ള സമയത്തൊക്കെ പല വീഡിയോസ് എടുക്കുന്ന സമയത്തും എനിക്ക് തോന്നുന്നു ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്. അതിനെ ചേച്ചി ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കേട്ടോ. ആ സമയത്ത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു നല്ല രീതിയിൽ മുടി ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് നല്ലോണം എണ്ണ തേക്കുകയായിരുന്നു കേട്ടോ. എണ്ണയും ചെമ്പരത്തി താളിയൊക്കെ തേക്കിയേ. ബട്ടർഫ്ലൈ കട്ട്, ലെയർ കട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പരീക്ഷണം നടത്തിയതിന് ശേഷം മുടി നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ മുടിയിൽ നിറയെ എന്താ താരനുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ എണ്ണ പോലും തേക്കാത്തതിനെ കൊണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് നന്നായിട്ട് നമ്മളൊരുവിധം നന്നായി വന്ന മുടിയിൽ നിന്ന് ആകെ പോയി തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ സ്ഥിരമായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചൊരു മുടിക്ക് ഒരു കാര്യങ്ങളൊക്കെ ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരൊറ്റൊരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോ തേക്കുന്ന എണ്ണയ്ക്കാട്ടോ. അപ്പൊ ആ എണ്ണയാണ് സെഷ ആയുർവേദിക് ഓയിൽ. നല്ല നമുക്ക് അഫോർഡബിൾ പ്രൈസ് കിട്ടുന്ന ഒരുപാട് ഗുണങ്ങളുള്ള എണ്ണയാണ്. അതുകൊണ്ടുകൂടി തന്നെയാണ് ഞാനിതൊന്ന് ഇൻട്രൊഡ്യൂസ് നിങ്ങൾ ചെയ്തത്. ഇതെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഒരുപാട് എണ്ണകളൊക്കെ നമ്മൾ പരീക്ഷിച്ചോളിക്ക് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിക്കാം കേട്ടോ. 18 ആയുർവേദ മരുന്നുകൾ, അതും നല്ല പശുവിൻ പാലില് 22 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം അതിൽ 5 ആയുർവേദ ഓയിലുകളും കൂട്ടിച്ചേർത്തിട്ട് ഉണ്ടാക്കിയതാട്ടോ ഈ സെഷ ആയുർവേദിക് ഓയിൽ. ഇത് നമ്മളെ തലയിലുള്ള എന്താ പറയുക സ്കാൽപ്പ് തേച്ചിട്ട് നമ്മൾ ഫിംഗേഴ്സ് കൊണ്ട് ഒരു 2-3 മിനിറ്റ്, ഒരു 5-6 മിനിറ്റ് തന്നെ, 5-6 മിനിറ്റ് അല്ല, എത്രത്തോളം മസാജ് ചെയ്യാൻ പറ്റുമോ അത്രയും മിനിറ്റ് എന്തെങ്കിലും നമ്മൾ മസാജ് ചെയ്തതിന് ശേഷം ശരിക്കും ഓവർനൈറ്റ് ഇത് വെക്കാം. നമ്മൾ തേച്ചിട്ട് ഓവർനൈറ്റ് വെച്ച് പിറ്റേന്ന് വാഷ് ചെയ്താലും മതി. അല്ലാത്തവർക്കാണെങ്കിൽ ഇത് 1 മണിക്കൂറെങ്കിലും നമ്മൾ തലയിൽ നല്ലോണം മസാജ് ചെയ്തതിന് ശേഷം കഴുകിക്കളയാം കേട്ടോ. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല, എനിക്ക് തോന്നുന്നു എയർപോളിന് നല്ല മാറ്റം ഉണ്ടാവും. അതുപോലെ നമുക്ക് പുതിയ ബേബി ഹെയർസ് വരുന്നുണ്ട്. അതേപോലെ പിന്നെ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്, മുടി നന്നായിട്ട് വളരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ബോട്ടിലാട്ടോ ഏറ്റവും ഇത്. പിന്നെ ഇത് യൂസ് ചെയ്യാനുള്ള ഒരു എളുപ്പമുണ്ട്. ഇങ്ങനെ കോമ്പായിട്ടാട്ടോ വരുന്നത്. ഇത് യൂസ് ചെയ്യാൻ നല്ല സുഖമായിട്ട് ഇങ്ങനെ മുടിയിൽ യൂസ് ചെയ്യാം കേട്ടോ. ഉള്ളോട്ടൊക്കെ ആക്കിയിട്ട് ഇതെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു 3 വട്ടമെങ്കിലും, ഡെയിലി യൂസ് ചെയ്യണമെന്നില്ല, ആഴ്ചയിൽ ഒരു 3 വട്ടമെങ്കിലും യൂസ് ചെയ്യണം. അതുപോലെ തന്നെ 3 മന്ത്സ് നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യണം. ഇതിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കംപ്ലീറ്റ് നമ്മളെ ഈ എണ്ണയുടെ ബോട്ടിലിന്റെ പിറകിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സെഷ ഓയിൽ എന്ന് വെച്ചാൽ അഫോർഡബിൾ പ്രൈസ് കിട്ടും. നമ്മുടെ സാധാരണക്കാർക്ക് യൂസ് ചെയ്യാൻ എടുക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ്. പിന്നെ 30, 50, 100, 200 മില്ലികളിൽ നമ്മുടെ സെഷ ഓയിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇതിന് എന്താ പറയുക, ആമസോണിൽ നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇതിനെ പറ്റി ഡീറ്റെയിൽസ് അറിയാനും നിങ്ങൾ ഗൂഗിളിൽ സെഷ ഓയിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പൊ സെഷ ഓയിലിന്റെ എല്ലാ കാര്യങ്ങളും ഞാനിവിടെ താഴെ ടാഗ് ചെയ്തേക്കാം.
എണ്ണ തേച്ചതിന് ശേഷം ഇത് കുറച്ച് നേരം തലയെ പിടിപ്പിക്കണം കേട്ടോ. അതിന് ശേഷം കുളിക്കാവും. ഇല്ലെങ്കിൽ തന്നെ എന്നാലും നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ മുടി പൊന്തിച്ച് എല്ലാവരും ചോദിക്കും എണ്ണ തേച്ചാൽ എന്താ മുകളിൽ കുത്തനെ കെട്ടിയിടാത്തതെന്ന്. അങ്ങനെ കെട്ടിയിടുന്ന സമയത്ത് എനിക്കെന്തോ ഗോപുരം കെട്ടിവെച്ച പോലെ ഉണ്ടാവും കേട്ടോ. എനിക്ക് കാണാനും എന്തോ പോലെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്തെങ്കിലും ഒരു ക്രാബ് കിട്ടി അതങ്ങോട്ട് കുത്തിയട വെക്കുവേ. അങ്ങനെ പിന്നെ ബാക്കിയുള്ള പരിപാടി നോക്കണ്ടേ, ചമ്മന്തി അരക്കണ്ടേ. അപ്പോൾ തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് ഇപ്പോഴും സഹിച്ചേട്ട എനിക്ക് വെള്ളം എന്ന് പറഞ്ഞ് ചാടി വെക്കും. ഈ തേങ്ങ പൊട്ടിക്കാൻ നിന്ന് ഞാൻ ആരായി, ശശിയായില്ലേ. അപ്പം ഞാനതും കൊടുത്ത് അതിന് ശേഷം അതിൽ ബാക്കി തുള്ളി ബാക്കി വെച്ചപ്പോൾ അതും കൂടി ഞാനങ്ങ് എടുത്ത് കുടിച്ചിട്ടോ. പിന്നെ വേഗം ചമ്മന്തി അരയ്ക്കുക, മീൻ പൊരിക്കണം, പിന്നെ സഹിച്ചേട്ടനാകാൻ പോവുകയും വേണം, അലക്കുന്നത് ഒരു സൈഡിലുണ്ട്. അങ്ങനെ എല്ലാം കൂടിയുള്ളൊരു കളിയാണ്. ഒന്നാമത് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേൽക്കുമ്പോഴുള്ളൊരു വൈക്കം അത് എല്ലാ പണിയിലും പിന്നെ അത് കാണും കേട്ടോ. എന്തായാലും പിന്നെ മീൻ പൊരിക്കുക അതിനെ കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. കറി വെക്കുകയാണെങ്കിലാണല്ലോ തേങ്ങയൊക്കെ അരയ്ക്കാൻ നിൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മീൻ പൊരിക്കാൻ വേണ്ടി സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ചോറും വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിപ്പം ഇതിൻ്റെ പുതിയ ഉപ്പിടുന്ന ഭരണി കേട്ടോ. ഒന്ന് പൊട്ടിപ്പോയി ദേവുവിനോട് അപ്പം വാങ്ങിയതാണ്. പിന്നെ പുട്ടിന് പുക വന്ന് വേഗം പുട്ടെല്ലാം ആക്കിയതിന് ശേഷം ഇനിയിപ്പം മക്കളൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ ഒരു ആടിപ്പാടി കളി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പോവാനുമില്ല, മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ. പിന്നെ മീൻ പൊരിച്ച് നല്ല രസമുള്ള മീനാണ്. ഈ മീൻ എനിക്കിഷ്ടമാണ് തേങ്ങ അരച്ച് വെച്ചാലുള്ള കറി. നമ്മൾ തേങ്ങ അരച്ച് ലാസ്റ്റാണ് ഇടുക. അപ്പോൾ ഒന്ന് തിളച്ച് വരുന്ന നല്ല ടേസ്റ്റുള്ള കറി ആയിരിക്കും കേട്ടോ. പക്ഷേ ഇപ്പം ആരും ഇല്ലാത്തതിനെ കൊണ്ട് പൊരിക്കാമെന്ന് വിചാരിച്ച് പിന്നെ നല്ലൊരു ചമ്മന്തി അരയ്ക്കുക. പിന്നെ സൈഡിൽ ഇപ്പം ചോറ് കുറച്ചിങ്ങനെ വെജിറ്റബിൾസ് കാര്യങ്ങളും കൊണ്ടുപോകലുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാ സമയത്ത് അരിഭക്ഷണമാണല്ലോ. ഇനിയിപ്പോൾ നമ്മൾ കുളിക്കാൻ നോക്കട്ടെ. എന്താണെന്ന് വെച്ചാൽ ഈ സാധനം ഈ കുളി രാവിലെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, രാവിലെ എന്നില്ല ഈ ഒരു കുറച്ച് നേരത്തിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞിട്ടില്ലേ പിന്നെ ഇന്ന് കുളി കണക്ക് തന്നെയായിരിക്കും കേട്ടോ. ഇനി സൈഷേറിൻ്റെ ചോറിൻ്റെ പാത്രം റെഡിയാക്കല പണി കേട്ടോ. മീനും ചമ്മന്തിയും മാത്രമേ ഉള്ളൂ. മോരുണ്ടായിരുന്നു, മോര് വേണ്ടാന്ന് പറഞ്ഞ കേട്ടോ. മോരും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് ചമ്മന്തിയും മോര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ കറി വെക്കാത്തതിനെ കൊണ്ട് തന്നെ ഇവിടെ അടുത്ത് തന്നെയുള്ള ഫാൽക്കൺ ഉണ്ട് കേട്ടോ. ഞങ്ങളിവിടെ കാറ്ററിങ്ങിൽ ആടുന്ന് കറി വാങ്ങി, പട്ടാണി കറി കേട്ടോ വാങ്ങി. പട്ടാണിക്കടല ഉണ്ടല്ലോ അതിൻ്റെ നല്ല രസമുണ്ടായിരുന്നേ മസാലക്കറി. നമ്മൾ കറി ഞാൻ വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ട്. അതാ സൈഷേട്ടൻ പറഞ്ഞു കേട്ടോ ഇപ്പോൾ. പിന്നെ അതിനുശേഷം പിന്നെ സൈഷേട്ടൻ പോകാൻ ഇറങ്ങി. അപ്പോഴേക്കും എന്നെ ഏകദേശം മഴ നല്ലോണം ചോർന്നിട്ടുണ്ടെങ്കിലും വെയിലൊന്നും അറച്ച് അങ്ങനെയൊന്നും വന്നിട്ടില്ല. അപ്പം മൂപ്പര് പോകാൻ നോക്കുകയാണേ. സിദ്ധുവിനും കുഞ്ഞുവിനും സജീഷേട്ടനും ദേവുവിനും ഒക്കെ തന്നെ പോവാൻ നേരത്തെ ഈ ഒരു ഉമ്മ തരല് അതുവരെ ഒരു ആചാരം കേട്ടോ. ഇത് തരാണ്ട് പോയാൽ നമുക്കൊരു വിഷമമാണ്. പിന്നെ കാണുന്നവർ വിചാരിക്കും ഇതൊക്കെ എന്താ ഒരു കിന്നാരം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് എനിക്ക് ഇപ്പോൾ ശീലമായല്ലോ. അപ്പോൾ മക്കൾ തന്നെ തരാണ്ട് പോയി കഴിഞ്ഞാൽ അയ്യോ കുഞ്ഞു എന്താ ഉമ്മ തരാണ്ട് പോയി എന്നുള്ളൊരു തോന്നൽ വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ.